ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സെക്ഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പറിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കോസ്റ്റ് ഗാർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ വേർഡ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഷെയർഡ് ബൈ ദ ഗിവൺ പെയർ ഓഫ് വേർഡ്സ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു സെറ്റ് ഓഫ് പെയർ നോക്കിയിട്ട് ഓപ്ഷനിൽ അതേപോലെ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നൽകിയിട്ടുള്ളത് കങ്കാരു ഈസ് ടു ജോയ് എന്നാണ്. ഓപ്ഷൻ 1 ഡീർ ഈസ് ടു ഫോൺ, ഓപ്ഷൻ 2 കാഫ് ഈസ് ടു എലഫൻറ്റ്, ഓപ്ഷൻ 3 കബ് ഈസ് ടു ടൈഗർ, ഓപ്ഷൻ 4 പിഗ്ലെറ്റ് ഈസ് ടു പിഗ്. ഇപ്പോൾ ഇവിടെ കങ്കാരും ജോയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് ചെറിയ കങ്കാരുവിൻ്റെ കുട്ടീനെയാണ് നമ്മൾ ജോയ് എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ റിലേഷൻ നൽകിയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഡീർ ഈസ് ടു ഫോൺ ഉണ്ട്, അതായത് മാനിൻ്റെ ചെറിയ കുട്ടീനെയാണ് നമ്മൾ ഫോൺ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ കാൾഫ് ഈസ് ടു എലഫൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ആനയുടെ ചെറിയ കുട്ടിയെ കാൾഫ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ 3 കബ് ഈസ് ടു ടൈഗർ, ടൈഗറിൻ്റെ ചെറിയ കുട്ടിയെ നമ്മൾ കബ് എന്നാണ് പറയുന്നത്. പിഗ്ലെസ്റ്റ് ഈസ് ടു പിഗ് എന്നും കൊടുത്തിട്ടുണ്ട്, അതായത് പന്നിയുടെ ചെറിയ കുട്ടീനെ പിഗ്ലെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു നൽകിയിരിക്കുന്ന റിലേഷനൊക്കെ ഒരുപോലെ തന്നെ, അതായത് ഏതാണോ ആനിമൽ അതിൻ്റെ ചെറിയ കുട്ടീനെ വിളിക്കുന്ന പേരുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഓർഡറിൽ ഫസ്റ്റ് അനിമലാണ്, പിന്നെയാണ് അതിൻ്റെ കുട്ടിയെ കൊടുത്തിട്ടുള്ളത്. ആ ഓർഡറിൽ ഓപ്ഷൻ 1 മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഡീർ ഈസ് ടു ഫോൺ. സോ ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ 5th ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് ദ 2nd ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ 1st ലെറ്റർ ക്ലസ്റ്റർ ആൻഡ് ദ 4th ലെറ്റർ ക്ലസ്റ്റർ റിലേറ്റഡ് ടു ദ 3rd ലെറ്റർ ക്ലസ്റ്റർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം ഈ 1st ലെറ്റർ ക്ലസ്റ്റർ 2nd ലെറ്റർ ക്ലസ്റ്ററായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഒരു 3rd ലെറ്റർ ക്ലസ്റ്റർ 4th റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു 5th ലെറ്റർ ക്ലസ്റ്ററിൻ്റെ സെയിം ആയിട്ട് ഈ ഒരു റിലേഷനിൽ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു റിലേഷൻ നോക്കുക, ഒയും ഡബ്ല്യുയും എന്നുള്ളത് ഒ കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് ഡബ്ല്യു, എൻ കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് വി, എൽ കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് ടി, ജെ കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് ആർ. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു റിലേഷനും വരുന്നത്. പി കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് എക്സ്, എം കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് യു, ജി കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് ഒ, ഇ കഴിഞ്ഞിട്ട് 8ാമത്തെ ആൽഫബറ്റാണ് എം. സോ അതുപോലെ തന്നെ ക്യൂ കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ആൽഫബറ്റ് വൈ ആണ്, എൽ കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ആൽഫബറ്റ് ടി ആണ്, ദെൻ കെ കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ആൽഫബറ്റ് എസ് ആണ്, ദെൻ അറ്റ് ലാസ്റ്റ് ഐ കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ആൽഫബറ്റ് ക്യൂ ആണ്. സോ ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 4 നമ്പർ പെയേഴ്സ് ഹാവ് ബീൻ ഗിവൺ ഔട്ട് ഓഫ് വിച്ച് 3 ആർ അലൈക്ക് ഇൻ സം മാനർ ആൻഡ് 1 ഈസ് ഡിഫറെൻറ്റ്. സെലക്ട് ദ നമ്പർ പെയർ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ 4 സെറ്റ് ഓഫ് നമ്പർ പെയർ ഉണ്ട്, അതിൽ 3 എണ്ണം ഒരുപോലെയാണ്, അതിൽ 1 വ്യത്യസ്തമായിട്ടാണുള്ളത്. ആ വ്യത്യസ്തമായിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സെറ്റ് ഓഫ് പെയറിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ 1 19:324 ആണ് തെറ്റായിട്ടുള്ള പെയർ കൊടുത്തിട്ടത്. ബാക്കിയുള്ളതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നാമത്തെ സംഖ്യ ഇവിടെ 5 ആണ്. സോ 5 ഇൻറ്റു അതിൻ്റെ അടുത്ത സംഖ്യ 6 ആണ്. സോ 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 30 ആണ്. സോ 30 പ്ലസ് ഇതിലെ ഫസ്റ്റ് സംഖ്യ ആയിട്ടുള്ള 5 ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 35 കിട്ടും. അതുപോലെ തന്നെ 7 ഇൻറ്റു 8 ഗുണിച്ചിട്ട് നമുക്ക് 56 കിട്ടും. 56 പ്ലസ് ആ ഫസ്റ്റ് സംഖ്യ 7 ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ 63 കിട്ടും. ഇനി 13 ഇൻറ്റു 14 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 182 കിട്ടും. അതിനോട് ഫസ്റ്റ് സംഖ്യ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ 195 കിട്ടും. പക്ഷേ ഇവിടെ ഓപ്ഷൻ 1 കൊടുത്തുള്ളത് 19 ഇൻറ്റു 20 ശരിക്കും വരേണ്ടത് 380 ആണ്. ആ 380നെ കൊണ്ട് 19 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 399 ആയിരുന്നു വരേണ്ടത്. സോ അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 1 ആണ്.
അടുത്ത ചോദ്യം, റാം പോയിന്റഡ് ടു സോഹൻ ആൻഡ് സെഡ് ഹി ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. ഹൗ ഈസ് സോഹൻ റിലേറ്റഡ് ടു റാംസ് മദർ? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? റാം സോഹനെ കാണിച്ചിട്ട് പറയാണ് ഹീ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. മലയാളത്തിൽ പറയുന്നത് എന്താണ്? എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകനാണ് ആര്? സോഹൻ. അതായത് റാമിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകൻ, അതായത് റാമിൻ്റെ അങ്കിളാണ് ആര്? സോഹൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ സോഹൻ ഈസ് റിലേറ്റഡ് ടു റാംസ് മദർ. റാമിൻ്റെ അമ്മയ്ക്ക് സോഹൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ആങ്ങളെയാണ്. സോ ബ്രദറാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സ്റ്റഡി ദ ഫോളോയിങ് ഫിഗേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓപ്പോസിറ്റ് ടു 2. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2ന് ഓപ്പോസിറ്റ് വരുന്ന സംഖ്യ ഏതാണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ 3 ഫിഗർ വരുന്നുണ്ട്. അപ്പം 2ൽ കൂടുതൽ ഫിഗർ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരേ നമ്പർ 2 പ്രാവശ്യം വരുന്ന ക്യൂബുകൾ നമ്മൾ കമ്പയർ ചെയ്യരുത്. അപ്പോൾ ഇവിടെ 6 3 ഇവിടെയും വരുന്നുണ്ട്, 6 3 ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ക്യൂബ് നമ്മൾ കമ്പയർ ചെയ്യാൻ എടുക്കരുത്. നമുക്ക് 2ന് ഓപ്പോസിറ്റുള്ള നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം 1ഉം 3ഉം എടുത്ത് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ സെയിം ആയിട്ട് വരുന്നത് 3 ഇവിടെയുണ്ട്, ഇവിടെയും 3 ഉണ്ട്. സോ നമ്മൾ ഓർഡറിൽ എഴുതുകയാണെങ്കിൽ 3 2 6 എന്ന് വരും ഒന്നാമത്തെ ഫിഗറിൽ. രണ്ടാമത്തെ ഫിഗറിൽ 3 ദെൻ 5 ദെൻ 4. അപ്പോൾ 2ന് ഓപ്പോസിറ്റ് വരുന്ന സംഖ്യ ഏതാണ്? 5 ആണ്. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ഗിവൺ സീരീസ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് തന്നെ ടി കഴിഞ്ഞിട്ട് അടുത്തത് ഏതാ ലെറ്റർ നോക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ടി കഴിഞ്ഞിട്ട് യു എന്ന് കാണാം. സോ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ബ്ലാങ്ക് സ്പേസുള്ളടത്ത് യു ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ യു കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു കഴിഞ്ഞിട്ട് എക്സ് വരുന്നത് കാണാം. സോ നെക്സ്റ്റ് ലെറ്റർ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി എക്സ് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന ലെറ്റർ, എക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ടി ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ടി ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ ടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഏതായിരിക്കും? നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നത് യു ആണ് വരിക. സോ നെക്സ്റ്റ് ലെറ്റർ യു ആയിരിക്കും. അപ്പോൾ എക്സ് ടി യു ആണ് വരിക. അപ്പോൾ ഇതുള്ളത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, റിയ വാക്സ് 20 meter സൗത്ത് വാർഡ്സ് ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 60 meter. ഷീ ദെൻ ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 100 meter. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് റിയ ട്രാവൽഡ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ റിയ 3 രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 20ഉം 60ഉം 100ഉം കൂട്ടിയാൽ മതി. സോ എത്ര കിട്ടും? 180 മീറ്ററാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്ലാസ്സസ്. അപ്പോൾ നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഡോക്ടേഴ്സ്, ഫാദേഴ്സ്, മദർ. അപ്പം ഈ ഒരു 3നെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്കറിയാം ഫാദർ ഒരിക്കലും മദർ ആവില്ല, മദർ ഒരിക്കലും ഫാദർ ആവില്ല. ഇവർ തമ്മിൽ ഒരിക്കലും റിലേഷൻ ഉണ്ടാവില്ല. പക്ഷേ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിന് എന്താവും? ഫാദർ ആവാം, ഡോക്ടർ ചിലപ്പോൾ എന്താവും? മദറും ആവാം. അപ്പം ഈ ഒരു റിലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓപ്ഷൻ 2 ആണ്. ഇപ്പം നടുവിലുള്ളതാണ് ഡോക്ടർ. ഇത് മദർ ആവാം, ഇത് ഫാദറും ആവാം. അടുത്ത ചോദ്യം, ഇഫ് എ സ്കോർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് ഫോൾഡഡ് ആസ് ഷോൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ എക്സ് ആൻഡ് വൈ and cut are made as shown in the question figure Z, how will it appear when it is opened? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ക്വയർ പേപ്പർ, ആദ്യം ഇതാണ് സ്ക്വയർ പേപ്പർ, അത് ആദ്യം പകുതിക്ക് വെച്ച് താഴോട്ടേക്ക് മടക്കി, അത് വീണ്ടും എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് മടക്കി. അതിനുശേഷം ഇവിടെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ തുറക്കുമ്പം ഏത് രീതിയിലായിരിക്കും ഇത് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സോ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഇവിടെയും വരും, ഇവിടെയും വരും, ഇവിടെയും വരും. സോ ഓപ്ഷൻ 1 അല്ല, അത് നമ്മൾ കൺഫ്യൂഷനാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്.
ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് പി മീൻസ് അഡീഷൻ, ക്യൂ മീൻസ് മൾട്ടിപ്ലൈ, ആർ മീൻസ് ഡിവൈഡ്, എസ് മീൻസ് സബ്ട്രാക്ഷൻ, ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെറ്റ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 18 കഴിഞ്ഞിട്ട് 6 ആണ്. സോ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ മീൻസ് എന്താണ്, ഡിവൈഡ് ആണ്. സോ ഡിവിഷൻ കൊടുക്കാം. നെക്സ്റ്റ് 9 ആണ്. അപ്പോൾ 9 കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തുള്ള പി ആണ്. പി എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്. നെക്സ്റ്റ് 2 ആണ്. 2 കഴിഞ്ഞിട്ട് ക്യൂ എന്ന് പറഞ്ഞിട്ട് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് 8 ആണ്. 8 കഴിഞ്ഞിട്ടുള്ളത് എസ് ആണ്. എസ് ആണ് സബ്ട്രാക്ഷൻ, ദാറ്റ് ഈസ് -4. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ആദ്യം ബോർഡ് മാസ് ഉള്ള അനുസരിച്ചിട്ട് ഇവിടെ ഡിവിഷനാണ്. 18/9 എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്ത് കിട്ടും, 2 കിട്ടും. പ്ലസ് ഇനി 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ്. -4, 16 - 4. അപ്പം ടോട്ടൽ എന്ത് വരും, 14 ആണ് വരിക. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ റീസണിങ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.